മറ്റു രാജ്യങ്ങളൊക്കെ ഹജ്ജിൻ്റെ കാര്യത്തിൽ സ്പീഡപ്പാണ്. നമ്മൾ വളരെ പുറകിലായാലും സംഭവിക്കുന്നൊരു അപകടം ഇതാണ്. 53 കിലോ സൗദി എയർലൈൻസ് നെടുമ്പാശ്ശേരിയിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിന് ഇരട്ടി തുക കൊടുക്കുന്ന കാലിക്കറ്റിൽ നിന്ന് വെറും 37 കിലോഗ്രാം മാത്രമാണ് ഹാജിമാർക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. ഇതേ വലിയ വിമാനങ്ങൾ ഇതേ എയർപോർട്ടിൽ നിന്ന് ഇതേ റൺവേ വെച്ച് പോയിട്ടുണ്ടല്ലോ. ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ്, കേരള സംസ്ഥാനമല്ല. പ്രൈവറ്റ് എയർപോർട്ടുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവർക്കൊരു മൈലേജ് കിട്ടുന്നതിന് വേണ്ടി ഈ എയർപോർട്ടിനെ ഒന്ന് ഒതുക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ ഇപ്പോൾ പ്രതിഷേധമുയരുന്നുണ്ട്. മുസ്ലിം ലീഗ് ഒരു വിഷയം പ്രതിഷേധമായി തന്നെ കൊണ്ടുവരാൻ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം നേരത്തെ സമസ്ത ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിലാഷമാണ്. കാലിക്കറ്റിൽ നിന്ന് മാത്രം ഇത്ര വലിയൊരു തുക കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് അന്യായമാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് സൗദി എയർലൈൻസ് കൊണ്ടുപോകുന്ന നെടുമ്പാശ്ശേരിയിൽ നിന്ന് 86,000, അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടാണെങ്കിൽ 89,000. അതേ സ്ഥാനത്ത് കാലിക്കറ്റിൽ നിന്ന് എയർ ഇന്ത്യ 1,60,65,000 രൂപ വാങ്ങുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് തികച്ചും അനീതിയാണ്. ഈ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ട് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായും അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ എയർപോർട്ട് അതോറിറ്റിയുമായൊക്കെ ബന്ധപ്പെട്ട് അടിയന്തരമായി ഈ കാര്യത്തിലൊരു പരിഹാരം കാണണം. പ്രത്യേകിച്ച് കാലിക്കറ്റ് എയർപോർട്ടിലാണ് ഭൂരിഭാഗം ഹാജിമാരും എംബാർക്കേഷൻ പോയിൻ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ പ്രയാസം വരും. ആ പ്രയാസത്തെ ലഘൂകരിക്കാൻ ആവശ്യമായ 2 കാര്യമാണ് ചെയ്യാനുള്ളത്. ഒന്നുകിൽ ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ട് ഈ ചാർജ് ഏകീകരിക്കുക, അതല്ലെങ്കിൽ കാലിക്കറ്റിൽ നിന്ന് വൈഡ് ബോഡി വിമാനം പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് സൗദി എയർലൈൻസ് പോലെയുള്ള വലിയ വിമാനങ്ങൾക്ക് അവിടെ നേരത്തെ ഇറങ്ങിയിരുന്നു. ഞങ്ങളൊക്കെ തന്നെ അത്തരം വിമാനത്തിൽ ഇതേ എയർപോർട്ടിൽ നിന്ന് ഇതേ റൺവേ വെച്ചുകൊണ്ട് പോയിരുന്നു. അതേ സ്ഥാനത്ത് ഇപ്പോൾ അതിന് പ്രത്യേക വിലക്ക് ഏർപ്പെടുത്തിയത് എന്ത് കാരണത്താണെന്നറിയില്ല. അവർക്ക് വൈഡ് ബോഡി വിമാനം ഇറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ സൗദി എയർലൈൻസ് അതിന് താല്പര്യപ്പെട്ടിട്ടുണ്ട് എന്ന് പത്രവാർത്ത ഉണ്ടായിരുന്നു. അവർ തീർച്ചയായും ഹാജിമാരെ കൊണ്ടുപോകാൻ സജ്ജമാകും എന്നാണ് ആദ്യമായി പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ഈ വിഷയത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും ഹാജിമാരെ സൗകര്യത്തിന് വേണ്ട സംവിധാനങ്ങൾ എടുക്കേണ്ടത്. ഇതുവരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഒരു വർഷത്തിലധികമായി ചേർന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കി സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകം മൈനോറിറ്റി അഫയേഴ്സിൻ്റെ കീഴിൽ ഈ കാര്യം നേരിട്ട് കൈകാര്യം ചെയ്യണം. നേരത്തെ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ കീഴിലായിരുന്നു ഹജ്ജ് കമ്മിറ്റി. ഞാൻ 6 വർഷത്തോളം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പറായ എൻ്റെ അനുഭവം വെച്ച് അന്ന് എക്സ്റ്റേണൽ മിനിസ്ട്രിയും അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ കൂടി ആലോചിച്ച് ആവശ്യമായ സമയത്തൊക്കെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചേർന്ന് അതിൻ്റെ സിഇഒയും ബന്ധപ്പെട്ടവരുമൊക്കെ ഈ കാര്യത്തിൽ ത്വരിതഗതിയിൽ നടപടികൾ നീക്കുമായിരുന്നു. ഇന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചേരുന്നില്ല എന്ന് മാത്രമല്ല, മൈനോറിറ്റി അഫയേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു മന്ത്രിക്ക് കൂടുതൽ തിരക്കുണ്ടാവും. ആ മന്ത്രാലയത്തിന് കീഴിൽ കാര്യങ്ങൾ മുഴുവൻ അവർ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൗദി അറേബ്യയിൽ പോയി ബിൽഡിംഗ് സെലക്ട് ചെയ്യേണ്ട സമയമാണ്. ബിൽഡിംഗ് സെലക്ട് ചെയ്യുന്ന രീതി പഴയ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് മെമ്പറായിരിക്കുന്ന സമയത്തും നേരത്തെയും BST ആൻഡ് BSC 2 കമ്മിറ്റികളാണ്. BST മീൻസ് ബിൽഡിംഗ് സെലക്ഷൻ ടീം. അത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രത്യേകം ചുമതലപ്പെടുത്തുന്ന പ്രകാരം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും ബന്ധപ്പെട്ടവരുമൊക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ നല്ല സർവീസ് ചെയ്യുന്നുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പോലും ഇതിൽ ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് പോലും ചീത്തപ്പേരുണ്ടാകുകയാണ്. അവർ എംബാർക്കേഷൻ പോയിൻ്റ് അനുബന്ധ സംവിധാനങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ ഒരു സപ്പോർട്ട് കമ്മിറ്റിയായിട്ടാണ് പലപ്പോഴും നമ്മുടെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളെ കാണുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾക്ക് അത്ര വലിയ അധികാരങ്ങളൊന്നുമില്ല. ഒരു സർവീസ് സംഘടന എന്ന രീതിയിൽ മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളുടെയും അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിലാണ്. അവർ തന്നെ ചേരുന്നില്ല എന്ന് പറയുമ്പോൾ ബോംബെയിൽ വലിയൊരു ഓഫീസും സംവിധാനങ്ങളും മെമ്പർമാരും ചെയർമാനും അതുപോലെ അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ചേരുന്നില്ല. അപ്പോൾ ബിൽഡിംഗ് സെലക്ഷൻ ടീം എന്ന് പറയുന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഈ കാര്യം ചെയ്യേണ്ടതാണ്. മെമ്പർമാരല്ല, മറിച്ച് ഉദ്യോഗസ്ഥർ. അവർ സെലക്ട് ചെയ്യുന്ന ബിൽഡിംഗ് അതിൻ്റെ പ്രത്യേക ലിസ്റ്റ് ഉണ്ടാക്കി അവിടെ നമ്മുടെ ഹജ്ജ് ഓഫീസിൽ സമർപ്പിക്കും. അതിനുവേണ്ടി പ്രത്യേക ഓഫീസ് സംവിധാനങ്ങളും അവിടെയുണ്ട്. ഹജ്ജ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു സംവിധാനം അവിടെയുണ്ട് സൗദി അറേബ്യയിൽ. അവരിൽ നിന്ന് കേന്ദ്രത്തിന് വിവരം ലഭിച്ച പ്രകാരം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ മെമ്പർമാർ BSC ബിൽഡിംഗ് സെലക്ഷൻ കമ്മിറ്റി പോകും. അതിൽ 2 ആളുകൾ നിർബന്ധമാണ്, ഒരാൾ മാത്രം പറ്റില്ല. മിനിമം 2 അല്ലെങ്കിൽ 3 ആളുകൾ ചെന്ന് ഇവർ നോക്കിയെടുത്ത ബിൽഡിംഗ് പരിശോധിച്ച് ആ ബിൽഡിംഗ് അംഗീകരിക്കുമ്പോഴാണ് ഹാജിമാർക്ക് സൗകര്യമുണ്ടോ എന്ന് ഓരോ റൂമും കയറി നോക്കണം. ഞങ്ങളൊക്കെ അങ്ങനെ നോക്കിയിട്ടുള്ളതാണ്. ഓരോ റൂമും കയറി ലിഫ്റ്റിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ ഇത്ര പേർക്ക് ബാത്റൂം, ഇത്ര പേർക്ക് കിച്ചൺ എന്നൊക്കെ കൃത്യമായ നിബന്ധനകളുണ്ട്. അതുപോലെ തന്നെ റൂം AC റൂമാണെങ്കിലും AC ഇല്ലാതിരിക്കുന്ന സമയത്ത് വെന്റിലേഷൻ സൗകര്യമുണ്ടോ നോക്കണം. ഇങ്ങനെ പല വളരെ കൃത്യമായ നിബന്ധനകൾ പഴയ കാലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ നിബന്ധന അനുസരിച്ചുള്ള റൂം പരിശോധിച്ച് നമ്മൾ അത് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് അത് വാടകയ്ക്ക് എടുക്കുന്നത്. അതിൻ്റെ സമയം വൈകിക്കഴിഞ്ഞാൽ വിദേശത്തുനിന്ന് വരുന്ന വിദേശത്തുള്ള മുസ്ലിം പിൽഗ്രിംസ് വരുന്ന സമയത്ത് അവർക്ക് ഇന്തോനേഷ്യ
അതുപോലെ രാജ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യങ്ങളൊക്കെ നല്ല ബിൽഡിങ്ങുകൾ നേരത്തെ സെലക്ട് ചെയ്യും. അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സെലക്ഷന് ശേഷമുള്ള രണ്ടാം തരം ബിൽഡിംഗ് നമുക്ക് കിട്ടും. സമയം വൈകിയാൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണിത്. മറ്റു രാജ്യങ്ങളൊക്കെ ഹജ്ജിൻ്റെ കാര്യത്തിൽ സ്പീഡപ്പാണ്. നമ്മൾ വളരെ പുറകിലായാലും സംഭവിക്കുന്ന ഒരു അപകടം ഇതാണ്. ഇതൊക്കെ ഹാജിമാരെ തീർച്ചയായും ബാധിക്കും. അതുപോലെ ഒറ്റ കാര്യം, ഈ ബാക്കിയുള്ള എംബാർക്കേഷൻ പോയിന്റിലുള്ള യാത്രാ നിരക്ക് നോക്കുമ്പോൾ ഇരട്ടി തുകയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ടും അതിൽ കേന്ദ്ര സർക്കാരിനും ഈ ഇത്തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങൾക്കുൾപ്പെടെ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് അല്ലേ? കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പോകുന്നത് എയർ ഇന്ത്യയുടെ വിമാനമാണ്. അത് ചെറിയ വിമാനമാണ് എന്നതായിരിക്കാം അവർ പറയുന്ന കാരണം. അതിന് അവർക്ക് ന്യായങ്ങൾ പലതും പറയാറുണ്ടോ. മാത്രമല്ല അവിടെ പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, 37 കിലോ മാത്രമേ ഇത്ര പണം കൊടുത്താലും കാലിക്കറ്റിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ. 53 കിലോ സൗദി എയർലൈൻസ് നെടുമ്പാശ്ശേരിയിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിന് ഇരട്ടി തുക കൊടുക്കുന്ന കാലിക്കറ്റിൽ നിന്ന് വെറും 37 കിലോഗ്രാം മാത്രമാണ് ഹാജിമാർക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. സംസം അടക്കമുള്ള അവർ പ്രത്യേകമായി ആദ്യത്തെ ഒരു തീർത്ഥയാത്ര നടത്തി വരുന്ന ആളുകൾക്കൊക്കെ അത് വലിയ പ്രയാസം നേരിടും. സംഖ്യ കൂടുതൽ, സൗകര്യം കുറവ്. ഇതിൽ ഗവൺമെൻറ് ഇടപെടുക തന്നെ വേണം. എന്തുകൊണ്ട് വൈറ്റ് ബോഡി വിമാനങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ ഈ ഹജ്ജിൻ്റെ സമയത്ത് പ്രത്യേക സൗകര്യം ഒരുക്കിക്കൂടാ? അതല്ലെങ്കിൽ അതിൽ പറയുന്നത് റൺവേ വികസനം പൂർത്തിയാക്കാതെ ഈ ഒരു വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നാണ് വിമാനത്താവള അതോറിറ്റി ഉൾപ്പെടെ പറയുന്നത്. അതൊരു സാങ്കേതിക കാരണം മാത്രമാക്കി അവർ പറയാമെന്നാണ് വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ഹജ്ജിന് പോയ സമയത്ത്, നേരത്തെ ഹജ്ജ് കമ്മിറ്റി വഴി യാത്ര പോയ സമയത്തൊക്കെ ഇതേ വലിയ വിമാനങ്ങൾ ഇതേ എയർപോർട്ടിൽ നിന്ന് ഇതേ റൺവേ വെച്ച് പോയിട്ടുണ്ടല്ലോ. ഒരു അപകടവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അതല്ല, അവസാനമായി ചെയ്യാനുള്ളത് ഹാജിമാർക്ക് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ അവർക്ക് നെടുമ്പാശ്ശേരിയിലേക്കോ അല്ലെങ്കിൽ കണ്ണൂരിലേക്കോ എംബാർക്കേഷൻ പോയിന്റ് മാറ്റിയാണെങ്കിലും പകുതി തുക ലാഭമാണല്ലോ. എനിക്ക് തോന്നുന്നത് സംസ്ഥാന സർക്കാരിനായിരിക്കും ആ ഒരു വിഷയത്തിൽ ആ നിലയിൽ ഇടപെടാൻ സാധിക്കുക അല്ലേ? സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിഷയത്തിൽ ഏത് രീതിയിൽ ഇടപെടണം എന്നാണ് അങ്ങയുടെ ഒരു അഭിപ്രായം? സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കാൻ പറ്റും. ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ്, കേരള സംസ്ഥാനമല്ല. കാരണം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പോലുമല്ല. ഫ്ലൈറ്റ് മാറ്റുക, അതല്ലെങ്കിൽ സ്വാഭാവികമായും എംബാർക്കേഷൻ പോയിന്റ് മാറ്റുക മുതലായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണാധികാരം സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിക്കാണ്. അതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സ്വാഭാവികമായും അവരുടെ അഭ്യർത്ഥന പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഇപ്പോൾ ഏവിയേഷൻ മിനിസ്ട്രി പോലുള്ള അവർ തീരുമാനമെടുക്കണം. അത് കൂടി ആലോചിച്ച് കോർഡിനേറ്റ് ചെയ്യേണ്ടത് കേന്ദ്രമാണ്. കേരളത്തിന് ആവശ്യപ്പെടാമെന്നല്ല, പ്രത്യേകമായി പ്രത്യേകമായ ഇതിന് റോളൊന്നും വഹിക്കാൻ കഴിയില്ല. ഈ റീടെൻഡറിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ഇനി സാധ്യതയുണ്ടോ? ഹജ്ജ് കമ്മിറ്റി ഉദ്ദേശിച്ചാൽ റീടെൻഡറിംഗ് നടത്താവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ ടെൻഡർ വിളിച്ചതിന് ശേഷം ഹജ്ജ് കമ്മിറ്റി ചേർന്നായി നമുക്ക് വിവരമില്ലല്ലോ. ആരാണ് ടെൻഡർ വിളിച്ചത്, ആരാണ് ഇങ്ങനെ കൊടുത്തത്? സാധാരണ ഈ ടെൻഡർ വിളിക്കാനും അത് തീരുമാനിക്കാനുമുള്ള അധികാരം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കാണ്. ശേഷം അവർ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടും. അന്നൊക്കെ എക്സ്റ്റേണൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ മൈനോറിറ്റി അഫയേഴ്സിൻ്റെ കീഴിൽ തീരുമാനിക്കും. അങ്ങനെയാണെങ്കിലും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചേരുക എന്നൊരു പ്രൊസീജിയർ നടന്നതായി കാണുന്നില്ലല്ലോ. ഈ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് ഒരു സ്വാഭാവിക നടപടിയാണ്, അതൊരു വലിയ അമിത നിരക്ക് എന്ന രീതിയിലൊന്നും പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അദ്ദേഹത്തോട് ചോദിക്കൂ, എന്നാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചേർന്നത്, എന്നാണ് ടെൻഡർ ക്ഷണിച്ചത്, എത്ര എയർലൈൻസ് ടെൻഡർ തന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ജനങ്ങളെ അറിയിക്കേണ്ടതല്ലേ? അതെന്തുകൊണ്ട് ചെയ്തിട്ടില്ല? മാത്രമല്ല, സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി ചേരാതെ ഈ നടപടിക്രമങ്ങൾ കേന്ദ്രം മാത്രം ചെയ്യുമ്പോൾ അതൊരു ശരിയായ ജനാധിപത്യ രീതിയല്ലല്ലോ. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹജ്ജ് കമ്മിറ്റിയും ചെയർമാനും എക്സിക്യൂട്ടീവ് ഓഫീസറും അനുബന്ധ സംവിധാനങ്ങളും ബോംബെ ഓഫീസും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഒരു മിനിസ്ട്രി നേരിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ ഹജ്ജ് കമ്മിറ്റി എന്തിനാണ്? പിന്നെ എന്തിനാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി? എല്ലാം ഗവൺമെൻറ് അങ്ങ് ചെയ്താൽ പോരെ? മറ്റൊരു കാര്യം, കരിപ്പൂർ വിമാനത്താവളത്തോട് പല വിഷയങ്ങൾ സ്വീകരിക്കുന്ന ഒരു വിവേചനം അത് ഈ ഒരു വിഷയത്തിലും ഉണ്ടായി എന്ന രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് ഹജ്ജിൻ്റെ വിഷയത്തിലും. ഏത് വിമാനമാണെങ്കിലും ശരി, ചെറുതാവട്ടെ വലുതാവട്ടെ, നെടുമ്പാശ്ശേരിയിലും അതുപോലെ കണ്ണൂരിലും എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളുടെ ഇരട്ടി തുക കാലിക്കറ്റ് കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതൊരു വിവേചനമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണോ? എന്തുകൊണ്ടായിരിക്കാം അത്തരമൊരു വിവേചനം കേന്ദ്രമാണെങ്കിലും ഈ പറയപ്പെടുന്ന അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാകാൻ കാരണം? ഒരുപക്ഷേ നാഷണൽ എയർപോർട്ട് അതോറിറ്റിക്ക് കീഴിലുള്ള ഏക എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ടാണ്. മറ്റു 2 എയർപോർട്ടുകളും പ്രൈവറ്റ് എയർപോർട്ടാണ്. പ്രൈവറ്റ് എയർപോർട്ടുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവർക്കൊരു മൈലേജ് കിട്ടുന്നതിന് വേണ്ടി ഈ എയർപോർട്ടിനെ ഒന്ന് ഒതുക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒടുവിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ഹജ്ജ് തീർത്ഥാടകർ വിശ്വാസികൾ പോകുന്നൊരു മേഖലയിൽ അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ആശങ്ക അകറ്റണം അല്ലേ? അത് തന്നെയല്ലേ പറയാം? ഏറ്റവും കൂടുതൽ ഹാജിമാർ എംബാർക്കേഷൻ പോയിൻ്റായി സെലക്ട് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് എയർപോർട്ടാണ്. അതുകൊണ്ട് അവർക്ക് സൗകര്യപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് ആവശ്യപ്പെടണം. കേരള ഹജ്ജ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഇടപെടണം. അതോടൊപ്പം തന്നെ കേന്ദ്രം ഈ കാര്യത്തിൽ നീതി പാലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ശക്തമായി ആവശ്യപ്പെടാനുള്ളത്.
അത് തന്നെയാണ് ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ ആ ഒരു അമിത നിരക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുന്നത്. അടിയന്തരമായൊരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു യോഗം തന്നെ വളരെ വേഗത്തിൽ ചേർന്നുകൊണ്ട് ആ ഒരു നിരക്ക് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് സമസ്തയുടെ നേതാവായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.